ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെയും സെൽഫ് പെർസെപ്ഷൻ്റെയും സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചും നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ ഞാൻ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഫിസിക്കൽ സെൽഫ് കെയർ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. സോ നമ്മൾ പറഞ്ഞു നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാനും ഞാൻ അതിനൊരു 4 വേസ് ആയിട്ട് ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്തു. അതിൽ പാർട്ട് 1 നമ്മുടെ ഫിസിക്കൽ സെൽഫ് കെയർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ പാർട്ട് 2 ആണ് സെൽഫ് ലവ് ആൻഡ് ഇന്നർ വെൽനെസ്. സെൽഫ് ലവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. എന്താണ് അപ്പോൾ ഇന്നർ വെൽനെസ്? നമ്മുടെ പീസ് ഓഫ് മൈൻഡ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബെറ്റർ ഫീൽ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റേർണലി നമ്മൾ ചെയ്യുന്ന കുറച്ച് വർക്ക്സ്, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ്. ഇതിന് ഒരുപാട് വേസ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് അതിൽ ഈ ഒരു സെൽഫ് ലവിലും ഇന്നർ വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നതാണ് സെൽഫ് ടോക്ക്. നിങ്ങൾ എത്ര പേര് സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്? അതായത് ഒരു പോസിറ്റീവ് വേയിൽ സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈവൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രം ക്രിട്ടിസൈസ് ചെയ്ത് നെഗറ്റിവിറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട് ഈ ഒരു സെൽഫ് ടോക്ക് ചെയ്യുക. അതായത് കൂടുതൽ ബെറ്റർ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് ലവ് കൂടുന്നുണ്ട്, നമ്മുടെ ഒരു സെൽഫ് അനാലിസിസ് വരുന്നുണ്ട്, നമ്മുടെ ഒരു സെൽഫ് പെർസെപ്ഷൻ തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു ബെറ്റർ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫീൽ ആയിരിക്കും ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിൽ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കുറച്ചും കൂടി നമുക്കൊരു സെൽഫ് സപ്പോർട്ട് ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് നമ്മുടെ ഇന്നർ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണ് ഒരു ജേർണലിംഗ് എഴുതുക. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പ്രീവിയസ് നമ്മുടെ സെൽഫ് ഗ്രോത്ത് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ജേർണലിംഗ് നമ്മുടെ ഗോൾ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ജേർണലിംഗ്. ആ ജേർണലല്ല, നമ്മുടെ സെൽഫ് ലവ് ജേർണലിംഗ്. എന്തായാലും സെൽഫ് ലവ് ജേർണലിംഗ് അതായത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമ്മളെക്കുറിച്ചുള്ള കൈൻഡായിട്ടുള്ള കാര്യങ്ങളും കൈൻഡ് വേർഡ്സും നമ്മളെക്കുറിച്ചുള്ള ഒരു ലവബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ജേർണലിൽ എഴുതി വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം, സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, എന്താണോ യൂസ് ചെയ്തിട്ട്. സോ അങ്ങനെ എഴുതി വെക്കുക. അതാകുമ്പോൾ നമ്മുടെ സെൽഫ് ലവ് കുറച്ചുകൂടി കൂടും, ബൂസ്റ്റ് ചെയ്യാനും. ആൻഡ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കൈൻഡായിട്ടുള്ള വേർഡ്സ്, അതിനു പുറമെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രൗഡ് മൊമെൻറ്റ്സ് ഒക്കെ നമുക്കതിൽ ഷെയർ ചെയ്ത് വയ്ക്കും. പിന്നീട് നമ്മളത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെൽഫ് ലവ് ജേർണലിനകത്ത് എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡിയറസ്റ്റ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കില്ലേ, അതുപോലെ ഒന്ന് എഴുതി വെക്കുക. സീരിയസ്ലി ഇത് വർക്ക് ചെയ്യും. കാരണം നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സും നമുക്കൊരു സെൽഫ് ലവും ഒക്കെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒരു നമ്മുടെ ഇന്നർ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണ്, ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ മിററിൽ നോക്കി സംസാരിക്കുക, അത് ഓൾമോസ്റ്റ് ആൾക്കാരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഗുഡ് ഐഡിയ ആണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏത് മൊമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം, സാഡ് ആയിരിക്കാം, എക്സൈറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ടെൻസ്ഡ് ആയിരിക്കാം, എന്ത് ഫീലിങ്സ് ആകട്ടെ മിററിൽ നോക്കി അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ലവ് കൂടാനും നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആകാനും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഈ ഒരു മിററിൽ നോക്കി സംസാരിക്കുക. അതിന് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ടിപ്പായിട്ടുള്ള സെൽഫ് ടോക്കിനും ഇതിനും ഏറെക്കുറെ അത് സെയിം ആണ്. ആൻഡ് നമ്മുടെ ഇൻസൈഡുള്ള നമ്മുടെ തോട്ട്സ്, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഏത് സിറ്റുവേഷനിലും ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ ആൻഡ് ഹൗ ക്യാൻ ഐ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ടോക്ക് ചെയ്താൽ ഈ ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി കിട്ടും, ഒരു കൺഫ്യൂഷൻ മാർക്ക് കിട്ടും, കുറച്ചും കൂടി കോൺഫിഡൻറ്റ് ആവും. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സെൽഫ് ടോക്കിലൂടെ നമ്മൾ അനലൈസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് നമ്മുടെ ഒരു സെൽഫ് ലവിനും ഇന്നർ വെൽനെസ്സിൻ്റെയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സെറ്റിംഗ് ബൗണ്ടറീസ്. ലവിങ് യുവർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ വെൽനെസ്സിനെ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ സെൽഫിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് പേര് കാണും ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഫീൽ ഗുഡ്. അല്ലെങ്കിൽ ചില ടോക്സിക് പീപ്പിൾ ആണ് നമുക്ക് ചുറ്റും. സോ അവരിൽ നിന്നൊക്കെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക. സോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പീപ്പിൾ നിങ്ങൾക്ക് കൂടുതൽ തരുന്നത്, നിങ്ങളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ? ഈവൻ അത് നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ആൻഡ് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല, നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ നമ്മൾ കുറച്ചും കൂടി പീസ്ഫുൾ ആകും.
ഇത് നമ്മുടെ എനർജിയെയും നമ്മുടെ സെൽഫിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. സോ ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ ഒരു സെൽഫ് ലവിന് വേണ്ടിയിട്ടും ഈ ഒരു ഇന്നർ വെൽനെസ്സിന് വേണ്ടിയിട്ടും കുറച്ച് ടിപ്സ് പറഞ്ഞു. എന്താണ് സെൽഫ് ടോക്ക് ചെയ്യുക, ആൻഡ് സെൽഫ് ലവ് ജേർണലിംഗ് എഴുതുക, മിറർ നോക്കി സംസാരിക്കുക, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ് ബൗണ്ടറീസ് അല്ലേ, ടോക്സിക് ആയിട്ടുള്ളതും പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഹേർട്ട് ചെയ്യുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. സോ അതാണ് ഞാൻ പറഞ്ഞത്, ദ മോർ യു ഡു ദാറ്റ് ദ ബെറ്റർ യു ആർ വിത്ത് ലൈക്ക് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് അല്ലെങ്കിൽ ലവിങ് യുവർ സെൽഫ്, ആൻഡ് ഇറ്റ്സ് റിയലി ഗോണ ചേഞ്ച് എവറിത്തിങ് അബൌട്ട് യുവർ ലൈഫ്. സോ ഞാനീ പറഞ്ഞതിൽ നിന്ന് ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ 2 പാർട്ട് നമ്മളിപ്പോൾ കണ്ടു, ഫിസിക്കൽ സെൽഫ് കെയറും കണ്ടു, സെൽഫ് ലവും പിന്നെ നമ്മുടെ ഇന്നർ വെൽനെസ്സും കണ്ടു. സോ ലെറ്റ്സ് മൂവിങ് ഓൺ ദ തേർഡ് പാർട്ട്. അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള തേർഡ് പാർട്ടാണ് സെൽഫ് എക്സ്പ്രഷൻസ് ആൻഡ് സ്റ്റൈൽ. എന്താണ് നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻസ് ആൻഡ് സ്റ്റൈൽ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക് ഒരു പാർട്ടായിരിക്കും, അതായത് എവറിത്തിങ് അബൌട്ട് അവർ സ്റ്റൈൽസ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സിന് അതെന്തും ആകട്ടെ, ഈവൻ സ്വെറ്റ്സ് ആകട്ടെ, സ്പോർട്ടി ക്ലോത്ത്സ് ആകട്ടെ, അല്ലെങ്കിൽ സാരീസ് ആകട്ടെ, ഗൗൺസ് ആകട്ടെ, കാഷ്വൽസ് ആകട്ടെ, എന്തും ആകട്ടെ, നമ്മൾ വെയർ ചെയ്യുന്ന ഓരോ ഡ്രസ്സും നമുക്ക് ഓരോ ഫീലിങ്സ് ആണ് തരുന്നത്, റൈറ്റ്? ഇതിൽ നമ്മൾ പോകുന്ന ഒക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സിറ്റുവേഷൻസ് എവിടെയൊക്കെയാണ്, നമ്മൾ പോകുന്ന എന്തിനാണോ അതിന് ആപ്റ്റായിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മൂവി കാണാൻ പോകുന്നു, മൂവി തിയേറ്ററിൽ നമ്മളാരും ഈ ഹാലോവീൻ ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകത്തില്ലല്ലോ. അത് തന്നെ സംഭവം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ഓരോ ഡ്രസ്സും സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ ആവുന്ന പോലെ തോന്നുമല്ലേ? യെസ്, നമ്മൾ ഓരോ ഡ്രസ്സും ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ യു ജസ്റ്റ് ഫീൽ ലൈക്ക് എ ന്യൂ ക്യാരക്ടർ. സോ നമ്മൾ വെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ആകട്ടെ, നമ്മുടെ ഡ്രസ്, നമ്മുടെ ഹെയർ സ്റ്റൈൽസ് ആകട്ടെ, മേക്കപ്പ് ആകട്ടെ, ആക്സസറീസ് ആകട്ടെ, ഷൂസ്, സാൻഡൽസ്, ചപ്പൽസ്, എന്തോ ആകട്ടെ, ഇവയെല്ലാം നമ്മുടെ ഒരു സെൽഫ് ഫീലിംഗ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ആൻഡ് ഇത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്ത് വെയർ ചെയ്യണം എന്നുള്ളത്. കുറച്ച് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് സെറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം, ആൻഡ് കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ഫാഷനബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് രീതിയിൽ മേക്കപ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ താല്പര്യം. അതാ പറഞ്ഞത്, ഇത് കംപ്ലീറ്റ്ലി നിങ്ങളെയാണ്, ഓരോ ഇൻഡിവിജ്വലിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ബി അഫ്രൈഡ് ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇടാൻ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് ഇടാൻ കൂടുതൽ താല്പര്യം, ആ ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് വെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്, വാട്ട് മേക്സ് യു ഫീൽ പവർഫുൾ, അത് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നാളെ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ആ ഒരു പ്രസൻറ്റേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ധരിച്ചാലാണ് അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് വെയർ ചെയ്താലാണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവുന്നത്, ആ ഡ്രസ്സ് വെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു സെൽഫ് എക്സ്പെരിമെൻറ്റിനും ഈ ഒരു സെൽഫ് സ്റ്റൈലിങ്ങിനൊന്നും ഒരു റൂൾസും ഇല്ല. സോ നമ്മുടെ തേർഡ് പാർട്ടായിട്ടുള്ള സെൽഫ് എക്സ്പ്രഷനും സ്റ്റൈലും നോക്കി. സോ ലെറ്റ്സ് മൂവിങ് ഓൺ ദി ഫോർത്ത് പാർട്ട്, ആക്ട് ആസ് ഇഫ്. ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഫണ്ണി ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ മസ്റ്റായിട്ട് ഇത് എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടല്ലോ, നിങ്ങളിൽ തന്നെ നിങ്ങളൊരു ഫ്യൂച്ചർ വേർഷൻ, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സണായിട്ട് ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേഴ്സണൽ സ്പേസ്. ആൻഡ് ഇതൊരു ടിപ്പാണ്. ഇങ്ങനെ നമ്മൾ ആക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും, നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യും, കൂടുതൽ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കുക. സോ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ ഭയങ്കര ഷൈ ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്, നേരെ മിററിൻ്റെ ഫ്രണ്ടിൽ പോവുക, നിങ്ങളുടെ സെൽഫായിട്ട് ഒന്ന് ആക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ആക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആയിക്കഴിഞ്ഞു, നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ ഇമാജിൻ ചെയ്തൊന്ന് ആക്ട് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്ടറിൻ്റെ കാര്യം വിടാം. ഫോർ എക്സാമ്പിൾ, നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മസ്റ്റായിട്ട് നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, ആൻഡ് നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റേജ് ഫിയറും ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ആ ഒരു പ്രസൻറ്റേഷൻ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നും, പക്ഷേ ഞാനിത് എൻ്റെ ലൈഫിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ഒരു ഗുഡ് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നോട്ട് വൺ തിങ്, ഞാൻ പറഞ്ഞു അങ്ങനെ മിററിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ആക്ട് ചെയ്ത് നോക്കുക, സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മുടെ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ആക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലും ചേഞ്ച് വരും. നമ്മളിപ്പോൾ ഒന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്യാണ്ട് ആ പ്രസൻറ്റേഷന് ഡയറക്റ്റ് പോയി നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പീപ്പിൾ കാൺട്ട് സീ വാട്ട്സ് യുവർ മൈൻഡ്, ഓൾ ദേ സീ ഈസ് ദ ബോഡി ലാംഗ്വേജ് ആൻഡ് വാട്ട് യു ഷോ ഔട്ട് സൈഡ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ, ഇവിടെ സിമ്പിളായിട്ട് നമ്മുടെ ഡ്രസ്സിങ് പാർട്ടും നമ്മുടെ ലുക്കിംഗ് പാർട്ടും നമ്മുടെ ആക്ടിങ് പാർട്ടും ഒക്കെ ബ്ലെൻഡ് ആകുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ 4 പാർട്സും ഇവിടെ ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ദിസ് മേക്സ് യു ഫീൽ മോർ കോൺഫിഡൻറ്റ്.
സോ യാ, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻ? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. നമ്മുടെ ഈ ഒരു 4 പാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്ത് ഗുഡ് വേയിലോട്ട് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു 4 പാട്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഫിസിക്കൽ സെൽഫ് കെയർ. സെക്കൻഡ് വൺ സെൽഫ് ലവ് ആൻഡ് ഇന്നർ വെൽനെസ്. ആൻഡ് തേർഡ് വൺസ് നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സ്റ്റൈൽ. ഫോർത്ത് വൺ ആക്ട് ആസ് ഇഫ്. നമ്മുടെ ഈ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഈ ഒരു സെൽഫ് പെർസെപ്ഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, അതിൽ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ടിപ്പ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ഐ ഹോപ്പ് യു ലവ് ദിസ് എപ്പിസോഡ് ആൻഡ് ഓൾ ദ വേ വി ക്യാൻ ബിൽഡ് അവർ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ബൂസ്റ്റ് അവർ സെൽഫ് പെർസെപ്ഷൻ. ആൻഡ് ഇഫ് യു ലവ് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Then